നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വികസിത ഭാരതത്തിനായി ശാരീരിക മാനസിക ക്ഷമതയുള്ള യുവത്വം അനിവാര്യമെന്ന് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി. 10,000-ലേറെ കേന്ദ്രങ്ങളിൽ നിന്ന് യുവാക്കൾ ഓൺലൈനായി പങ്കെടുത്തു. ചടങ്ങ് തത്സമയം വീക്ഷിച്ച സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ചടങ്ങിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേരളത്തിൽ മഴയുടെ തീവ്രത കുറയുന്നു. 5-ാം തീയതി വരെ ഒറ്റപ്പെട്ട മഴയുണ്ടാകും. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മഴക്കെടുതിയുണ്ടായ ആറന്മുളയിലെ സ്ഥിതി ഗുരുതരമെന്ന് MLA അബിൻ വർക്കി. റാന്നിയിലെയും ആറന്മുളയിലെയും മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി അനിൽകുമാർ. വടക്കേ ഇന്ത്യയിൽ കാലവർഷം ശക്തം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കൊങ്കൺ മേഖലകളിൽ വ്യാപക മഴ. ഛത്തീസ്ഗഡിൽ പ്രളയക്കെടുതി രൂക്ഷം. 50ഓളം വീടുകൾ തകർന്നു. അസമിൽ പ്രളയത്തിൽ മരണം 82ആയി. ഇടുക്കി അടിമാലിയിൽ റിസർവ് വനം കയ്യേറി വ്യാപകമായി ഏലം കൃഷി നടത്തുന്നതായി പരാതി. മച്ചിപ്ലാവ് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കൃഷി. പരാതിയുമായി പരിസ്ഥിതി പ്രവർത്തകർ. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 65 സ്വർണവുമായി ഓസ്ട്രേലിയ 1-ാം സ്ഥാനത്ത്. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ ഇംഗ്ലണ്ടും കാനഡയും. സമാപന ദിവസമായ ഇന്ന് ജൂഡോയിലും ട്രാക്ക് സൈക്ലിംഗിലും ഇന്ത്യക്ക് മത്സരങ്ങൾ. കേരളത്തിൽ മഴയുടെ തീവ്രത കുറയുന്നു. 5-ാം തീയതി വരെ ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മഴക്കെടുതിയിൽ 8 പേരുടെ മരണം സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കാണാതായ 8 പേർക്കായി തിരച്ചിൽ തുടരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. 4 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ ഇന്നലെ രാത്രി വളരെ അതിശക്തമായ മഴ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ ശേഖരിച്ചപ്പോൾ പറയത്തക്ക അനിഷ്ട സംഭവങ്ങൾ ഒരു ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി എല്ലാ രീതിയിലും രാത്രിയിലെ മഴയും അതുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയുള്ളതുകൊണ്ട് എല്ലാവിധ മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി എബിയുണ്ട്. എബി, ഇന്ന് പൊതുവെ മഴയുടെ തീവ്രത കുറവാണ് എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്നലത്തെയൊക്കെ ഉണ്ടായിരുന്ന മഴയുടെയും ആ ദുരന്തത്തിൻ്റെയും ഒക്കെ ആഘാതമാണ് നമ്മൾ ഇന്നൊക്കെ അനുഭവിക്കുന്നത്. പലയിടത്തും വെള്ളക്കെട്ടും ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാനം എത്രത്തോളം സജ്ജമാണ്? ഇപ്പോൾ ഈ മഴ മുന്നറിയിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റമുണ്ടോ? മഴ മുന്നറിയിപ്പ് നിലവിൽ എറണാകുളം ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന മുന്നറിയിപ്പിൽ ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടി വരുന്ന മുന്നറിയിപ്പ് പ്രകാരം എറണാകുളം ജില്ലയിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മഴക്കെടുതികളുടെ അതിൽ നിന്നും മോചിതമാകാനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും പുരോഗമിക്കുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് ഏകോപനങ്ങളൊക്കെ തന്നെയും നടത്തുന്നുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി 8 മരണമാണ് ഈ മഴക്കെടുതിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 8 പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതും ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുന്നു. 13 പേർക്ക് ഈ മഴക്കെടുതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. 209 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നത്. ഇതിൽ 5792 പേരാണ് വിവിധ ക്യാമ്പുകളിലായി ഉള്ളത് എന്നുള്ളതാണ്. 27 വീടുകൾ പൂർണ്ണമായും തകരുന്ന നിലയിലേക്കും ഒപ്പം തന്നെ
ഏതാണ്ട് 196 വീടുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മരണപ്പെട്ട ആളുകളുടെയൊക്കെ കുടുംബങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ധനസഹായം ഉൾപ്പെടെ നൽകും എന്നുള്ള പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മഴയുടെ കാഠിന്യം കുറഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു അവസ്ഥയല്ല. നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി കാര്യം നേരത്തെ സൂചിപ്പിച്ചത് 2-ാം തീയതിയോടുകൂടി ഏതാണ്ട് മഴയ്ക്ക് നേരിയ കുറവുണ്ടാകും. പക്ഷേ ന്യൂനമർദ്ദം അത് വരും ദിവസങ്ങളിലും അത് സജീവമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മഴ പൂർണ്ണമായി മാറി എന്നല്ല, മറിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആശങ്കയ്ക്ക് ഇട നൽകുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഡാമുകളുടെ ജലനിരപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. 4 ഡാമുകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത് ഡാമുകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഒപ്പം തന്നെ മഴ അല്പം മാറിയിട്ടുണ്ടെങ്കിൽ പോലും മഴയുടെ ദുരന്തങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മഴ മാറി എന്നതിനെ തുടർന്ന് ശരി, എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെയൊക്കെ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക, അവരെ ആ ദുരിതത്തിൽ നിന്നൊക്കെ കരകയറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ ഏകോപനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. എബിയാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ആറന്മുളയും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ആറന്മുള മണ്ഡലത്തിൽ മാത്രം 22ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. എന്നാൽ നിരവധി സ്ഥലങ്ങളിൽ സഹായം പോലും ലഭിക്കാതെ ഇപ്പോഴും ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൈദ്യുതിയോ ഭക്ഷണമോ ഇല്ലാത്തതിനാൽ പലയിടത്തും ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ പ്രളയം നാശം വിതച്ച റാന്നിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ണനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കണ്ണൻ, പല സ്ഥലങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പലയിടത്തു നിന്നും വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ ഒരു വശത്ത് വെള്ളപ്പൊക്കവും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? പലയിടത്തും ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേമായ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ റാന്നിയിലായിരുന്നു വലിയ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. അവിടെ വെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. എന്നാൽ ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ചെറിയ നേരിയ തോതിൽ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ മാത്രമാണ് പത്തനംതിട്ടയിൽ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റാന്നിയിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയാണുള്ളത്. പമ്പാ നദിയിൽ നിന്നും വെള്ളം ഒഴുകി ഇപ്പോൾ പക്ഷേ ആറന്മുള, കോഴഞ്ചേരി ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്നത്. ഇവിടെയൊക്കെ വലിയ രീതിയിൽ വെള്ളം ഒഴുകിയെത്തി. മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. മിക്ക പ്രദേശങ്ങളും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ തന്നെ പല സ്ഥലങ്ങളും കണ്ടിരുന്നു. അവിടെ ആളുകൾ 300ഓളം കുടുംബങ്ങളൊക്കെ ഒറ്റപ്പെട്ട് ഒരു തുരുത്തു പോലെ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. അവിടെയൊക്കെ സഹായം പോലും എത്തുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. നിരവധി ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെങ്കിലും ഈ പ്രദേശങ്ങളിലുള്ളവരെ അവിടേക്ക് എത്തിക്കാൻ പോലും സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം എത്തിക്കാനായിട്ടില്ല. വൈദ്യുതി ഇന്നലെ പോയതാണ്. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വൈദ്യുതി ലഭ്യമാകാത്തതൊക്കെ വലിയ രീതിയിൽ രോഗികളും കുട്ടികളും ഒക്കെ ഉള്ളവരാണ്. അവർക്കൊക്കെ വലിയ രീതിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. ആറന്മുളയെ സംബന്ധിച്ച് ഈ പമ്പാ നദി കരകവിഞ്ഞൊഴുകുന്നത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് നൽകുന്നത്. ഇനിയിപ്പോൾ ഈ ആറന്മുളയിലെ വെള്ളം പുറത്തേക്ക് ഒഴുകണമെങ്കിൽ റാന്നിയെ പോലെയല്ല, റാന്നി മണിക്കൂറുകൾ കൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് റാന്നിയിൽ നിന്നും വെള്ളം വലിഞ്ഞെങ്കിൽ ആറന്മുളയിൽ അത്തരത്തിലല്ല. വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും ഒഴുകിപ്പോകുന്ന ഒരു ഭൂപ്രകൃതി അല്ല ആറന്മുളയിലേത്. അവിടെ നിന്നും വളരെ സാവധാനം മാത്രമേ വെള്ളം പോകൂ. അതുകൊണ്ട് തന്നെ 1-2 ദിവസം എന്തായാലും ഈ വെള്ളം മുഴുവനായി പുറത്തേക്ക് പോകാൻ സമയമെടുക്കും. ഇത് ശരി, വെള്ളക്കെട്ടും അതുമൂലം ഉണ്ടാവുന്ന ദുരിതവും ഒപ്പം വൈദ്യുതി ഇല്ലാത്തതും ഒക്കെയാണ് ആറന്മുളയിലെ ജനങ്ങളും ഒപ്പം പത്തനംതിട്ടയിലെ പരിസരത്തെ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ട്. അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, അതായത് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആറന്മുളയിലെ സ്ഥിതി ഗുരുതരമാണെന്ന് MLA അബിൻ വർക്കി. പ്രളയത്തിന്റെ തുടക്കത്തിൽ തന്നെ ആറന്മുളയ്ക്ക് വേണ്ട ശ്രദ്ധ കിട്ടേണ്ടിയിരുന്നു. മറ്റിടങ്ങളിലെ പോലെ കെട്ടിക്കിടക്കുന്ന വെള്ളം വേഗം ഒഴുകിപ്പോകുന്ന ഭൂപ്രകൃതി അല്ല ആറന്മുളയിലേതെന്നും നിലവിൽ ക്യാമ്പുകളടക്കം സജ്ജീകരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. സമാനതകളില്ലാത്ത വലിയ ദുരന്തമാണ് ആറന്മുള നേരിട്ടത്. കാരണം അപ്രതീക്ഷിതമായി ഒരു വലിയ ദുരന്തം നേരിട്ടതിന്റെ വലിയ ഞെട്ടലിലാണ് ആറന്മുള ഉള്ളത്. റാന്നിയിലുണ്ടായ ഒരു അതിതീവ്ര മഴ, ആ അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ പ്രതിഫലനം അനുഭവിച്ചത് ആറന്മുളയാണ്. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ ആവശ്യമായ ക്രമീകരണം നേരത്തെ നടത്തിയതായി പത്തനംതിട്ട ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ്. ആറന്മുളയ്ക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടിയില്ല എന്ന് അബിൻ വർക്കി MLA പറഞ്ഞതിനെ ഗൗരവത്തോടെയാണ് കാണുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന വിവാദങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയുമെന്നും രാഷ്ട്രീയമായ പ്രത്യാരോപണങ്ങൾക്കുള്ള സമയമല്ല ഇതെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ
വലിയ ആശങ്കയിലായിരുന്നു നമ്മളെല്ലാവരും. പല കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. ഒന്ന്, വൈകുന്നേരം വളരെ വലിയ തോതിൽ നിർത്താതെ പെയ്ത മഴ, നദിയിലെ ജലനിരപ്പ് ഉയർന്നു. മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള ഒരു ബോട്ട് സംഘവും റാന്നിയിലും, ഒരു ബോട്ട് തിരുവല്ലയിലും, 2 ബോട്ടുകൾ ആറന്മുളയിലും അവരെ നമ്മൾ ഇതിന്റെ തൊട്ടു പിറകിൽ തന്നെ താമസിപ്പിച്ച് രാത്രിയിൽ ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള ഒരു കരുതൽ എടുത്തിരുന്നു. വടക്കൻ കേരളത്തിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കൂത്തുപറമ്പിൽ തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെയുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ റാഫ്റ്റിംഗ് പരിശീലകനായ തിരുവനന്തപുരം സ്വദേശി രാജേഷ്, ഒപ്പം തേങ്ങ ശേഖരിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട മണത്തണ സ്വദേശി ഹനീഫ് എന്നിവരെ കണ്ടെത്താനായിട്ടില്ല. വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി എം രാഗേഷ് ഉണ്ട്. രാഗേഷ്, മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ വടക്കൻ കേരളത്തിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മായ, വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട് എന്ന് തന്നെ പറയാം. ഇത് തെല്ലൊരു ആശ്വാസവും നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നാണ് ദുഃഖകരമായ വാർത്ത. തോട്ടിൽ നിന്ന് കൂത്തുപറമ്പിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കലാശപ്പറമ്പത്ത് രാരീഷിനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ മലവെള്ളപ്പാച്ചിലിൽ ഇന്നലെ കാണാതെയായ റാഫ്റ്റിംഗ് പരിശീലകനായ തിരുവനന്തപുരം സ്വദേശി രാജേഷ്, തേങ്ങ ശേഖരിക്കുന്നതിനിടെ ഒഴുക്കിൽ പെട്ട മണത്തണ സ്വദേശി ഹനീഫ് എന്നിവരെയും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ ഏകദേശം 18 ക്യാമ്പുകളിലായി 600 പേരെയാണ് കണ്ണൂർ മാത്രം മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ ഏകദേശം 26 ക്യാമ്പുകളിലായി 563 പേരെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പെരുവയൽ സ്വദേശി സുഹൈൽ വെള്ളക്കെട്ടിൽ വീണിരുന്നു. അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഗുരുതരമായി ചികിത്സയിൽ തുടരുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. മലപ്പുറം ജില്ലയിൽ 7 ക്യാമ്പുകളിലായി 129 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡേക്ക് വരികയാണെങ്കിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഇവിടെ ഏകദേശം 156ഓളം പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ വയനാട് 23 ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് മലബാർ റിവർ ഫെസ്റ്റിവൽ വലിയ ടൂറിസം പദ്ധതിയാണ്. ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി നടക്കുന്ന ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് പരിശീലനം ഉൾപ്പെടെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. മഴയ്ക്ക് നേരിയ ശമനം ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ അപകടമുണ്ടാവില്ല. കക്കയം ഡാമിൽ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു. ആ ഓറഞ്ച് അലേർട്ട് ഉൾപ്പെടെ മാറി വീണ്ടും ശാന്തമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. നേരെ മറിച്ച് രാത്രി മഴ കനക്കുകയാണെങ്കിൽ സ്ഥിതിഗതികൾ ഗുരുതരമാകാനും സാധ്യതയുണ്ട്. മായ, ശരി, എന്തായാലും വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അതേസമയം തന്നെ കൂത്തുപറമ്പിൽ തോട്ടിൽ വീണ് യുവാവിനെ മരിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. മഴക്കാലത്തെ പ്രശ്നങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് ജാഗ്രത പുലർത്തുന്നുണ്ട്. ആവശ്യമായി വേണ്ട മരുന്നുകളെല്ലാം ശേഖരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ സംവിധാനം സജ്ജമാണ്. എല്ലാ സ്ഥലത്തും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളിലും മെഡിക്കൽ സംഘത്തിന് അയക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ DMOമാരുമായിട്ട് ഓൺലൈനിൽ DHS സംസാരിച്ചിരുന്നു. മരുന്നുകൾ, ആവശ്യത്തിനുള്ള മരുന്നുകളും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപകട സാധ്യതയുള്ള മേഖലകളിൽ കുറെ കൂടെ ജാഗ്രത പുലർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഴക്കെടുതിയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും ഒന്നിച്ചിറങ്ങുക എന്നതാണ് ഇടത് നിലപാടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളതും ഇതാണ്. സർക്കാർ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. മാറ്റം ആഗ്രഹിച്ച ആളുകൾക്ക് അത് വേഗത്തിൽ കിട്ടിയെന്നും രാജീവ് കൊച്ചിയിൽ പറഞ്ഞു. ഈ ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചിറങ്ങുക. പ്രകൃതി ദുരന്തത്തിൽ നിന്ന് അതിൻ്റെ ആഘാതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകാനായി രാഷ്ട്രീയ, ജാതി, മത ചിന്തകൾക്ക് അതീതമായി മുഴുവൻ മനുഷ്യരും ഒരേപോലെ രംഗത്തിറങ്ങുക എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതാണ് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചുതെങ്ങ് സ്വദേശിയായ ഫ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട ഷിജുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ചേർന്ന് 3 ബോട്ടുകളിലാണ് തിരച്ചിൽ തുടരുന്നത്. തിരച്ചിലിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയിരിക്കുകയാണ്. അഞ്ചുതെങ്ങ് സ്വദേശിയായ ഫ്രീമോന്റെ മൃതദേഹമാണ് കണ്ണാന്തുറയിൽ നിന്നും കണ്ടെത്തിയത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ രാത്രി താൽക്കാലികമായി നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് രാവിലെ വീണ്ടും ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാവിലെ 7:30യോടെ തീരത്തടിഞ്ഞ നിലയിൽ ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അപകടത്തിൽ കാണാതായ ഷിജിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. എന്നാൽ തിരച്ചിലിന് മതിയായ സംവിധാനങ്ങളില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നിരന്തരമായിട്ട്
കാരണം ഇത് മുതലപ്പൊഴി തുടങ്ങിയ കാലം മുതൽ 2003 തുടങ്ങിയ കാലം മുതൽ ഇതുവരെ ചുമ്മാ തുടർന്ന അപകടങ്ങളല്ലാതെ അതിനൊരു പരിഹാരം കാണുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പല മന്ത്രിമാർക്കടുത്തും പല ഉദ്യോഗസ്ഥന്മാർക്കടുത്തും നിരന്തരമായിട്ട് ഫെഡറേഷൻ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ബദലിൽ ഞങ്ങൾ അപേക്ഷകൾ പരാതികൾ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെയും പ്രത്യേകിച്ച് മുതലപ്പൊഴിയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് മുതലപ്പൊഴി. ശനിയാഴ്ച 9:30 ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. ആ സമയത്ത് പോലും ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണം അവിടെ സംഭവിക്കില്ലായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് അപകടത്തിലായത്. വള്ളത്തിലുണ്ടായിരുന്ന ജോസ്, സ്മിത്ത് എന്നിവർ സുരക്ഷിതരായി രക്ഷപ്പെട്ടിരുന്നു. തിരയിൽപ്പെട്ട വള്ളത്തിൽ നിന്നും ഷിജിൻ കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഷിജിനെ രക്ഷപ്പെടുത്താൻ ഫ്രീമോൻ കടലിലേക്ക് ചാടി. ഇവർ നീന്തി പെരുമാതുറ ഭാഗത്തെ പുലിമുട്ടിലെത്തിയെങ്കിലും പെട്ടെന്നുണ്ടായ ശക്തമായ തിരമാലയിൽപ്പെട്ട് ഇരുവരെയും കാണാതായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടക്കേ ഇന്ത്യയിൽ കനത്ത മഴയാണ്. മൺസൂൺ ശക്തി പ്രാപിച്ചു. ബംഗാൾ തീരത്ത് തുടർച്ചയായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദ പാത്തികൾ ശക്തി പ്രാപിക്കുന്നതാണ് കനത്ത മഴയ്ക്ക് കാരണം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കൊങ്കൺ തീരങ്ങളിൽ വ്യാപക മഴയാണ്. ഓഗസ്റ്റ് 5 വരെയാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. ഛത്തീസ്ഗഡിൽ പ്രളയക്കെടുതി രൂക്ഷമാണ്. 50ഓളം വീടുകളാണ് തകർന്നത്. അസമിൽ പ്രളയക്കെടുതിയിൽ മരണം 82ആയി. ലഹരിക്കെതിരെ ദേശീയ തലത്തിൽ യുവജന മുന്നേറ്റ പദ്ധതിയായ നശാ മുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലഹരി കേവലം ശരീരത്തെ മാത്രമല്ല കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സ്വപ്നങ്ങൾ തകർക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെ ആത്മീയ ഗുരുക്കളുടെ ആശീർവാദത്തോടെ രാജ്യത്തെ ലഹരി മുക്തമാക്കാനാകുമെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है, समाज के लिए भी है और सबसे बड़ी बात है ये राष्ट्र के लिए है। साथियों, विकसित भारत संकल्प अभियान के लिए नशा मुक्त युवा इस मूवमेंट का नाम ही इसके संकल्प को स्पष्ट करता है, क्योंकि आज जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, ജിഷ്ണു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, വലിയൊരു കർമ്മ പദ്ധതിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. വികസിത ഭാരതത്തിനൊപ്പം തന്നെ ലഹരി മുക്ത ഭാരത് എന്ന നേട്ടം കൂടി കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമായും പ്രധാനമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത്? മായ, 1 കോടിയിലധികം യുവജനത ലഹരിമുക്ത പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിർണായകമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ലഹരി കേവലം ഒരാളുടെ ആരോഗ്യത്തെ മാത്രമല്ല കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും തന്നെ സ്വപ്നങ്ങൾ തകർക്കുന്നതാണ്. അതുകൊണ്ട് ലഹരിയിൽ നിന്ന് നമ്മുടെ യുവാക്കളെയും ജനങ്ങളെയും പൂർണ്ണമായും മുക്തമാക്കേണ്ടതുണ്ട്. 2047 ആകുമ്പോഴേക്കും രാജ്യത്തെ വികസിത ഭാരതമാക്കി മാറ്റുന്നതിന് നിർണായക പങ്ക് വഹിക്കേണ്ടത് ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ള യുവജനതയാണ്. അതുകൊണ്ട് ഈ പദ്ധതിയിൽ രാജ്യത്തെ എല്ലാ യുവജനങ്ങളും പങ്കാളികളാകണം. പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നൽകണം. ഇനി ലഹരിയുടെ അടിമകളായിട്ടുള്ള അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകണം. അവർക്ക് എല്ലാവിധ അവസരങ്ങളും നൽകി ചേർത്ത് നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്
തുടക്കംകുറിച്ചും രാജ്യം കരുത്തോടുകൂടി മുൻപോട്ട് പോകേണ്ടതിന് ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ള യുവജനങ്ങൾ രാജ്യത്ത് അനിവാര്യമാണ് എന്ന പ്രഖ്യാപനം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തിയിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഉദ്ഘാടന വേളയിൽ ഫരീദാബാദിലെ അമൃത ആശുപത്രിയിൽ നടന്നിട്ടുള്ള ഉദ്ഘാടന വേളയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെയുള്ള ആത്മീയ ഗുരുക്കളുടെ ആശീർവാദത്തോടുകൂടി ഈ പദ്ധതി പൂർണ്ണമായും വിജയിപ്പിക്കാനാകും. രാജ്യത്തെ ലഹരി മുക്തമാക്കാൻ ആത്മീയ ഗുരുക്കളുടെ കൂടി ആശീർവാദത്തോടുകൂടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഓൺലൈനായി 1 കോടിയിലധികം യുവാക്കളാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. വികസിത ഭാരതം അല്ലെങ്കിൽ രാജ്യം എത്രത്തോളം ശക്തമാകാൻ ഇത്തരത്തിൽ ലഹരിയും മയക്കുമരുന്നിനെയും അകറ്റി നിർത്തേണ്ടതുണ്ട് എന്നതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും വിവിധ പരിപാടികൾ ഈ പദ്ധതിയുടെ ഭാഗമായി മാറും. ഒപ്പം 100 ആഴ്ചകളാണ് ഈ പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ ദിവസങ്ങളും വിവിധ പദ്ധതികളും ഞായറാഴ്ചകളിൽ പ്രത്യേക പദ്ധതിയുമായിരിക്കും ഈ ലഹരി മുക്ത പരിപാടിയുടെ ഭാഗമായി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഓരോ ഞായറാഴ്ചകളിലും ഇനിയുള്ള 100 ഞായറാഴ്ചകളിലും വിവിധ തരത്തിലുള്ള പദ്ധതികൾ, അതിൽ ഇത്തരത്തിലുള്ള അമൃത ഉൾപ്പെടെയുള്ള വിവിധ ആത്മീയ സ്ഥാപനങ്ങൾ, അതിനപ്പുറത്തേക്ക് NSS വളണ്ടിയർമാർ, NCC, വിവിധ സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, ഇവരെയെല്ലാം തന്നെ ഭാഗവാക്കാക്കിക്കൊണ്ട് ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഒപ്പം ഫരീദാബാദിലെ ആശുപത്രിയിൽ നടന്നിട്ടുള്ള ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. കൂടാതെ അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരി സ്വാമികൾ, ഡോക്ടർ പല്ലവി ജെയിൻ, ശ്രീ നിതേഷ് കുമാർ മിശ്ര എന്നിവരും ഫരീദാബാദിലെ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. മായ. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. ലഹരിമുക്ത യുവത്വത്തിലൂടെ വികസിത ഭാരതം എന്ന സന്ദേശം ഉയർത്തി കേന്ദ്ര സർക്കാരിന്റെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ പ്രചരണത്തിന് പിന്തുണയുമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ഭാവി വാർത്തെടുക്കാൻ ബോധവൽക്കരണത്തിലൂടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും സാമൂഹിക പങ്കാളിത്തത്തിലൂടെയും ഓരോ പൗരനെയും പ്രചോദിപ്പിക്കുന്ന ദേശീയ പ്രചരണത്തിന് അമ്മയും മക്കളും പങ്കാളികളായി. മാതാ അമൃതാനന്ദമയി മഠവും മഠത്തിന്റെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ 500-ലധികം കേന്ദ്രങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് പേരാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. അമൃതപുരിയിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സുധീഷ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സുധീഷ്, നേരത്തെ തന്നെ അയുധിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ പരിപാടികളൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ പരിപാടിയുടെ ഭാഗമായിരിക്കുകയാണ് അമൃതയും. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നേരിട്ടെത്തി പരിപാടിയിൽ പങ്കാളിയായി എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയുടെ നേതൃത്വത്തിൽ അമൃതാനന്ദമയി മഠം ഒന്നടക്കം, അമ്മയുടെ മക്കൾ ഒന്നടക്കം ഈ ഒരു ജനകീയ ഉദ്യമത്തിൽ പങ്കാളിയായിക്കൊണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം അണിചേർന്നിരിക്കുന്നു. അതായത് യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട്, രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട്, വളർച്ചയ്ക്കായിട്ട് അവരെ മുതൽക്കൂട്ടാക്കി വളർത്തിയെടുക്കുക എന്നുള്ള ആ ഒരു സംവിധാനത്തിലേക്ക് രാജ്യത്തിനൊപ്പം മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് ചലിക്കാൻ വേണ്ടി കൂടിയാണ് മാതാ അമൃതാനന്ദമയി മഠവും ഒപ്പം അമ്മയുടെ മക്കളും ഈ ഒരു ജനകീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം അറിയിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ നിന്നും നല്ലത് മാത്രം സ്വീകരിച്ച് അവ സ്വയം തിരിച്ചറിഞ്ഞ ഉണർവിലേക്ക് എത്താൻ നമ്മുടെ യുവതലമുറയ്ക്ക്, കുട്ടികൾക്കൊക്കെ കഴിയണം. അത് മാതാപിതാക്കൾ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ വളർന്നു വരാനും യുവാക്കൾക്ക്, യുവതികൾക്കും ഒക്കെ, വിദ്യാർത്ഥികൾക്കും ഒക്കെ കഴിയണം എന്നുള്ള സന്ദേശമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് യുവാക്കൾക്കായി നൽകിയത്. ഒപ്പം തന്നെ ആശ്രമത്തിൽ അമൃതപുരി ആശ്രമത്തിൽ നടന്ന ഈ ഒരു ചടങ്ങിൽ, ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, രാജ്യത്തിന് പുറത്തുനിന്ന് പോലുമുള്ള വിദേശികൾ ഉൾപ്പെടെയുള്ളവർ, ഈ അമ്മയുടെ മക്കൾ ഇവിടെ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ അമ്മയുടെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒപ്പം സന്യാസി സമൂഹവും, വലിയൊരു സന്യാസി സമൂഹവും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഒപ്പം അമ്മയുടെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ, ജനകീയമായ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ ഈ ഒരു ജനകീയ കൂട്ടായ്മയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അവരും ഈ ഒരു പങ്കാളിത്തം അറിയിക്കുകയുണ്ടായി. ഏകദേശം 500-ലധികം സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും ഒപ്പം സന്യാസി സമൂഹവും ഒക്കെയാണ് ഈ ഒരു പരിപാടിയിൽ അമൃതാനന്ദമയി മഠവും ഒപ്പം പങ്കുചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇത്തരം ഒരു ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി മാറിയിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയുധിന്റെ അംഗങ്ങൾ, അമൃതയുടെ യുവജന വിഭാഗമായ അയുധിന്റെ അംഗങ്ങൾ, അയുധിന്റെ സേനാ വിഭാഗങ്ങൾ ഒക്കെ തന്നെ മുൻപും ഇത്തരത്തിൽ ജനകീയ കൂട്ടായ്മകളിലൂടെ ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തി സമൂഹത്തിലും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായി തെളിയിച്ചിട്ടുള്ള ഒരു ശരി, ലഹരിമുക്ത ഭാരതത്തിനായി കൈകോർക്കുകയാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയിയും അമൃതാനന്ദമയി മഠവും.
കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. സമാപന ദിവസമായ ഇന്ന് ജൂഡോയിലും ട്രാക്ക് സൈക്ലിംഗിലും ഇന്ത്യക്ക് മത്സരമുണ്ട്. ബോക്സിംഗിൽ 6 സ്വർണവും 3 വെള്ളിയും, അത്ലറ്റിക്സിൽ 3 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും, ജൂഡോയിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും, ഭാരോദ്വഹനത്തിൽ 1 സ്വർണവും 7 വെള്ളിയും 1 വെങ്കലവും, പാരാലിഫ്റ്റിംഗിൽ 1 വെങ്കലവുമാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ. 65 സ്വർണവും 41 വെള്ളിയും 52 വെങ്കലവുമായി ഓസ്ട്രേലിയയാണ് 1ാം സ്ഥാനത്ത്. ഇംഗ്ലണ്ടും കാനഡയും 2ഉം 3ഉം സ്ഥാനത്താണ്. ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.